പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, നീ ഇപ്പോ ചേച്ചി എന്താ പറയാതെ വന്നേ? നീ ഒറ്റയ്ക്കാണ് വന്നത്. നന്ദനെവിടെ? നന്ദു വന്നില്ല, ഒറ്റയ്ക്ക് പോന്നു. എന്താടി? എന്തെങ്കിലും ഒക്കെ പറയാം. ഞാനൊന്ന് അകത്തേക്ക് കേറിക്കോട്ടെ? മോളെ, നീ കാര്യം പറ മോളെ. എന്താ സംഭവിച്ചത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നീ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നമ്മേ. ഇറങ്ങേണ്ടി വന്നോ? ഇങ്ങനെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് തെളിച്ചു പറ. എന്താ ചേച്ചി? നന്ദുവിന്റെ അമ്മ ജാനകിന്റെ വീട്ടിലായിരുന്നല്ലോ. അത് നീ പറഞ്ഞായിരുന്നല്ലോ. നന്ദു വിളിക്കാൻ ചെന്നപ്പോ എന്നെ പറഞ്ഞയച്ചാലേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. ഈശ്വര, അവർക്ക് ഇത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാതായി പോയോ? എന്നിട്ട് അവരുടെ വാക്കും കേട്ട് നന്ദേട്ടൻ ചേച്ചി ഇറക്കി വിട്ടോ? അത് ശരിയല്ലല്ലോ. ഞാൻ നന്ദേട്ടനെ ഒന്ന് വിളിക്കാൻ പോവാ. താലി കെട്ടിയ പെണ്ണിനെ അമ്മയുടെ വാക്കും കേട്ട് വീട്ടിൽ നിന്ന് ഇറക്കി പറഞ്ഞേക്കാ. എന്നാ അതൊന്നും അറിയണമല്ലോ. വേണ്ട ശരി, അതൊക്കെ കൂടുതൽ പ്രശ്നമാവും. അതൊക്കെ പ്രശ്നം ആവണം. ഇനിയും പഴയത് ആവർത്തിക്കുകയാണോ? നന്ദേട്ടൻ അങ്ങനെ ചെയ്ത് എന്തിനാന്ന് അറിയണമല്ലോ. വീണ്ടുന്നല്ലേ പറഞ്ഞത്? ചേച്ചി, നീ ഒന്ന് സമാധാനപ്പെടി ശാരി. ആദ്യം അവള് കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയട്ടെ. മോളെ, നന്ദൻ എന്താ പറഞ്ഞത്? എടി, നിന്നോടല്ലേ ചോദിച്ചത്? ഒക്കെ പറയാമ്മേ. ആദ്യം കുറച്ച് വെള്ളം താ. ഓ, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. നീ വാ. ആഹാ, ഞങ്ങളെ പറ്റിച്ചതാണല്ലേ? നന്ദേട്ടൻ കൂടെ ഉണ്ടല്ലേ? ഇല്ലടി, ഞാനെന്തിനു കള്ളം പറയുന്നേ? അത് നിന്റെ കൂട്ടുകാരിയായിരിക്കും. ചെന്ന് നോക്ക്. ഇവിടെ അവൾക്ക് ഏത് കൂട്ടുകാരിയുള്ളേ? അപ്പുറത്തെ വീട്ടിലെ കൊച്ച. രണ്ടുപേരും വലിയ കൂട്ട. ഭിക്ഷ തരണം. ഊര് തണ്ടി ഇവിടം വരെ എത്തിയല്ലേ? വഴിപാടിന് വന്നതാ. അവസാനം വീട് കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തി. ഈശ്വര കടാക്ഷം അല്ലേ? അതിന് ഞാൻ കൂടുതലൊന്നും പറയണ്ട. ചില്ലറ പൈസ ഉണ്ടോ നോക്കട്ടെ. മോളെ, ഇനി പറ, അവിടെ എന്താ പ്രശ്നം? നന്ദനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, അടുത്ത ആളും വന്നിട്ടുണ്ട്. ഭിക്ഷാദേഹി. ഭിക്ഷാദേഹിയോ? അതാരാ? നമ്മുടെ അമ്മയുടെ ഭർത്താവ്. അമ്മയുടെ ഭർത്താവോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഭിക്ഷ ചോദിച്ചു പുറത്ത് നിൽക്കുന്നത് അച്ഛനാ. അമ്മ ഇതെവിടെ പോവാ? എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളുടെ സമ്മതം ഇല്ലാതെ ഞാൻ വീട്ടിൽ കേട്ടില്ല. പക്ഷെ എനിക്കൊന്ന് കാണണം. മാറി. അമ്മ എങ്ങോട്ടും വിടുന്ന പ്രശ്നമില്ല. ചേച്ചി, പോലീസിനെ വിളിക്ക്. നമുക്ക് കൈയോടെ പോലീസിനെ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. എന്ത് ചോദിക്കാൻ? ഒന്നുമില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറയണം. അല്ലെങ്കിൽ കുറച്ച് അരിയോ ചില്ലറ പൈസയോ കൊടുത്ത് വിരട്ടി വിടണം. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. അമ്മ എങ്ങോട്ടാ? മാറി നിൽക്കടി അങ്ങോട്ട്. ഒന്ന് നിക്ക്.
അമ്മയും അനിയത്തിയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ജീവിതമെന്നൊന്നില്ല, എല്ലാം തോന്നലുകളാ. കണ്ടോ, തത്വം പറഞ്ഞ് കളിയാക്കുക. ജീവിതമല്ല, ഞങ്ങളെ സംബന്ധിച്ച് അച്ഛനെന്ന് പറയുന്ന ആളാ വെറും തോന്നല്. അങ്ങനെ ഒരാളുണ്ട്. പക്ഷെ ഒരച്ഛന്റെ സ്നേഹോ ശ്രദ്ധയോ ദയോ ഒന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഒരു ഭർത്താവിന്റെ കരുതല് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ക്ലാസ്സിലെ കൂട്ടുകാര് അവരുടെ അച്ഛനെ കുറിച്ച് മതിപ്പ് പറയാൻ മത്സരിക്കുമ്പോ ഞാനും ഷാരിയൊക്കെ ഉള്ളിൽ കരയായിരുന്നു. ചില വീഡിയോയിലൊക്കെ കാണാം, പെൺമക്കൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോ അച്ഛൻ കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നത് സ്നേഹം കൊണ്ട്. അത് കാണുമ്പോ ഞാൻ സ്വയം ശപിക്കുമായിരുന്നു. ഞങ്ങൾക്ക് മാത്രം എന്താ ദൈവമേ ഇത്രയും ദയവില്ലാത്തൊരു അച്ഛനെ തന്നെന്ന്. വിഷുവിനും ഓണത്തിനൊക്കെ അച്ഛൻ കൊടുത്ത സമ്മാനങ്ങളെ കുറിച്ച് കൂട്ടുകാരൊക്കെ പറയും. ഞാനത് കൊതിയോടെ കേട്ടു നിൽക്കും. പിന്നീട് മാറി നിന്ന് കരയും. പാവം എന്റെ അമ്മ. കൊച്ചിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഉറക്കമില്ലാതെ പേടിച്ചിരിക്കുന്നത്. മോളെ, വേണ്ട, അമ്മ മിണ്ടരുത്. കറുപ്പും കാവിയൊന്നും ഇട്ട സന്യാസി ആവില്ല. സന്യാസി ആവാൻ ആദ്യം വേണ്ടത് സ്നേഹമാ. സ്വന്തം കുടുംബത്തിന്റെ സമാധാനവും തകർത്ത് അവരെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഇപ്പൊ പുതിയ അവതാരം എടുത്ത് വന്നിരിക്കുന്നു. എന്തായാലും അമ്മയും ഷാരിയും ഇനി പേടിച്ചോടാൻ പോകുന്നില്ല. നേരിടാൻ തന്നെയാ തീരുമാനം. മോളെ, തിരിച്ചറിവ് കിട്ടിയവരെ തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഇതെന്റെ സത്യമായ രൂപമാണെന്ന് നിങ്ങൾക്ക് താമസിച്ച് മനസ്സിലാവും. തെറ്റുകാരനായ ഒരാൾ ഒരിക്കലും തിരുത്താൻ പോകുന്നില്ലെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കള്ളനും കാട്ടാളനുമായിരുന്ന ആളാണ് പിന്നീട് മഹാമഹർഷിയായത് വാത്മീകി. ഇത് നിങ്ങളുടെ വീടാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരില്ലായിരുന്നു. സത്യത്തിൽ ഞാനിപ്പോ നടത്തുന്നത് പ്രായശ്ചിത്ത യാത്രയാണ്. ചെയ്തു കൂട്ടിയ തെറ്റുകളുടെയൊക്കെ പ്രായശ്ചിത്തം. എനിക്കറിയാം, ഉമിത്തിയിൽ ദിവസങ്ങളോളം നീറി നീറി മരിക്കേണ്ട പാപങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉമിത്തിയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് നേറി നേറി അവസാനിക്കണം. എന്നാലും നിങ്ങളോട് കാണിച്ചു കൂട്ടിയതിന് ഒരംശം പോലും പകരമാവില്ല. മോളുടെ വാക്കുകളിൽ നിങ്ങളുടെ 3 പേരുടെയും കണ്ണീര് ഞാൻ കാണുന്നുണ്ട്. ആ കണ്ണീരിന് പകരമായി അച്ഛനെ ഒന്നേ ചെയ്യാനുള്ളൂ.
മാപ്പ് മാപ്പ് എന്താ ഇത്? മാപ്പ് 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 സ്വന്തം മോളുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്നു. അതിന്റെ പാപം കൂടി ഇവൾ അനുഭവിക്കട്ടെ എന്നാണോ? എന്റെ പാപങ്ങൾ മോചനത്തിന് വേണ്ടി ചെയ്തതാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല. എന്റെ പ്രാർത്ഥനകളിൽ ഇനി നിങ്ങളുണ്ടായിരിക്കും. നിങ്ങളെ ഉണ്ടാവും. അച്ഛനെവിടെയും പോണ്ട. ഇനി ഞങ്ങളുടെ കൂടെ വാ അച്ഛ. മോളെ ഈശ്വര, ചെല്ല്, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല് മോളെ. അച്ഛ, അയ്യോ, എന്താ ആന്റി? ഒന്നുമില്ല. എന്തുട്ടാ ആന്റി? കയ്യിന്ന് പാത്രം ഒന്ന് വഴുതി വീണതാ മോളെ. മനസ്സൊന്നിലും ഉറക്കുന്നില്ല. ജോലിക്കിടയിൽ ഓരോരോ ചിന്തകളാ. മരുമോള് ഗർഭിണിയായപ്പോ മുതല് ആന്റിക്ക് ഇച്ചിരി ചിന്തകൾ കൂടുതലാ. അല്ല മോളെ, ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയാ. ചെലപ്പോ തോന്നും ഒക്കെ സ്വപ്നം കാണുകയെന്ന്. കുറച്ചു നാൾ മുമ്പ് വരെ ഈ വീട്ടിൽ എന്തൊരു സന്തോഷായിരുന്നു.
ചിരിയും കളി ഒഴിയുന്ന നേരം ഉണ്ടായിരുന്നോ? ഒക്കെ ശരിയാവും ആന്റി. അച്ഛൻ തിരിച്ചു വരുമ്പോ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. സാർ എടുക്കുന്ന തീരുമാനം പ്രഭക്കുഞ്ഞിന് ഇഷ്ടാവണ്ടേ? ദേവികമോളുടെ കാര്യത്തില് സാറിന്റെ തീരുമാനം പ്രഭക്കുഞ്ഞ് അംഗീകരിക്കുവോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ തന്നെ പ്രഭക്കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇല്ലല്ലോ. അമ്മ വരൂ ആന്റി. അമ്മ ഇവിടേക്ക് വരാതെ പിന്നെ എവിടേക്ക് പോവാനാ? നന്ദൻ ഇന്നലെ അമ്മയെ കാണാൻ പോയിട്ടുണ്ട്. വരൂന്ന് പറഞ്ഞോ മോളെ? പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു. അമ്മ വരുമ്പോ ദേവിക്ക് ഇവിടെ കാണാൻ പാടില്ലെന്ന്. അപ്പോ കാര്യങ്ങൾ കൂടുതൽ കുഴയാൻ പോവാണല്ലോ. നന്ദമോൻ താലി കെട്ടിയ പെണ്ണിന് ഈ വീട്ടിലെ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല. താലി കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആ മീരമോൾ ഇവിടെ തന്നെ കഴിയുന്നു. ഈ കുരുക്കൊക്കെ എങ്ങനെയാ അഴിക്കാൻ പോകുന്നത്? ആ മീരമോളുടെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. ഒരു പെണ്ണിന് ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ കൊടുക്കുന്നത് പാപമല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി മറച്ചു വെക്കുന്ന ചില സത്യങ്ങൾ പിന്നീട് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും മോളെ. എന്താ അവിടെ ഒരു ചർച്ച? വല്ല ബോംബ് പൊട്ടിക്കുന്ന കാര്യമാണോ പറയുന്നത്? പൊട്ടിത്തെറിന്ന് കേട്ടു. എന്താ എന്നെ കണ്ട ആകെ ഒന്ന് വരണ്ട പോലെ? ഏയ് എന്തിന് വരണ്ടു? നീ ആരാ? അല്ല, എന്തേലും ഗൂഢാലോചന ആയിരുന്നോ? ഗൂഢാലോചനയോ? എന്ത് ഗൂഢാലോചന? അവൾ ഒരു തമാശ പറഞ്ഞല്ലേ ആന്റി. അല്ല, നീ ഇറങ്ങാറായോ? കൊള്ളാം, സമയം എത്രയെന്ന വിചാരം? അല്ല, മീരമോൾ എവിടെ പോവാ? ഇവിടെ ഉള്ളവരെല്ലാം സിദ്ധു അങ്കിളുടെ കൂടെ ഹോസ്പിറ്റലല്ലേ, ഞാനും അങ്ങോട്ട് പോവാ. അയ്യോ, അത് ഇതെന്താ ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയുമ്പോ എല്ലാവർക്കും ഇത്ര ടെൻഷൻ? ടെൻഷൻ എന്തിനാ? നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇവള് ഡൽഹി പോവാ ആന്റി. ആണോ? അതെന്തായാലും നന്നായി. അതെന്താ? അല്ല, അച്ഛന്റെ അമ്മയുടെ അടുത്തൊക്കെ ചെല്ലുക അതൊരു സന്തോഷല്ലേ എന്ന് പറയുമായിരുന്നു. ഓ അങ്ങനെ. രജനി ചേച്ചി, എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? ആ, അതിനെന്താ? വാ നമുക്ക് പോവാം. വാ. ഓ, ഞാൻ പോകുന്നു അറിഞ്ഞ് വലിയ സന്തോഷത്തിലാണല്ലോ. ഒന്ന് പോടി അവിടുന്ന്. ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല, നീ ടാക്സി പിടിച്ചു പോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. വാ നമുക്ക് പോ. അപ്പൊ ശരി ഭാർഗവി ആന്റി, പോയിട്ട് വരാവേ. ശരി മോളെ. ആന്റി, ഞാൻ പോയിട്ട് വരാം. ആ, നീ അമ്മയെ വിളിച്ചോ? ആ, ഞാൻ വിളിച്ചായിരുന്നു. ഈശ്വര, ഈ കൊച്ചിന്റെ ഗതി ഇനി എന്താവും? വെരി ഗുഡ്. സാറ് വന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? ഷുവർ ഡോക്ടർ, താങ്ക്സ് എവറിത്തിങ്. ഇത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രമല്ല, സാറിന്റെ സഹകരണവും അക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ദേവികയെ പോലെയുള്ള ഒരു കുട്ടിയുടെ അധ്വാനവും ചെറുതല്ല. ആ, എനിവേ, എന്റെ കണക്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. നന്ദനും സാറിന്റെ വൈഫും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡിസ്ചാർജ് വേഗത്തിലാക്കിയത്. അമ്മ ഡോക്ടറെ വിളിച്ചിരുന്നോ? യെസ്, ഈവനിങ് വിളിച്ചിരുന്നു. ഓ, ഇന്ന് എത്തുമെന്നാണല്ലോ പറഞ്ഞത്. ആ, പിന്നെ സാറ് വീട്ടിൽ ചെന്നാലും നമ്മുടെ ശീലങ്ങൾ മാറ്റരുത്. ട്രീറ്റ്മെന്റ് തുടരണം. എല്ലാം ഞാൻ പറഞ്ഞ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓക്കെ നന്ദ, നാളെ രാവിലെ വന്ന് ബാക്കി ഫോർമാലിറ്റീസ് ചെയ്തോളാം. ഓക്കെ ഡോക്ടർ. ഗുഡ് നൈറ്റ് സർ. ഓക്കെ. അപ്പോ അമ്മ ഇപ്പൊ തന്നെ ഇങ്ങോട്ടെത്തും അല്ലേ അച്ഛാ? നമസ്കാരം മാം. നമസ്കാരം. 100 ആയസ മാമിന്. ഞാനിപ്പോ മാമിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 2 ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, ഒരു യാത്രയിലായിരുന്നു. ഓ,
മേം ഒരു ബിസിനസ് ടൂറിലാണെന്ന് നന്ദൻ പറഞ്ഞിരുന്നു. അതെ, സിദ്ധു ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ തന്നെ വേണമല്ലോ എല്ലാം നോക്കാൻ. ഇനി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ നല്ല ഭേദമായിട്ടുണ്ട്. ഒട്ടും വൈകാതെ തന്നെ സംസാരശേഷി പൂർണ്ണമായും തിരിച്ചു കിട്ടും. ഡോക്ടറുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോ ഒരു സമാധാനം തോന്നുന്നുണ്ട്. സിദ്ധു ഈ അവസ്ഥയിലായതോടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റി. മകന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സിദ്ധു സുഖപ്പെടുന്നതും കാത്തിരിക്കുക എല്ലാവരും. ഇനി ധൈര്യമായി നിങ്ങൾക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. സാറിന് നാളെ ഡിസ്ചാർജ് ചെയ്യല്ലേ? വളരെ സന്തോഷം. പിന്നെ വീട്ടിൽ ചെന്നാലും സാറിന് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ശുശ്രൂഷകളൊക്കെ ഇവിടുത്തെ പോലെ തന്നെ തുടരുകയും വേണം കേട്ടോ. തീർച്ചയായും. പിന്നെ ആ ബൈസ്റ്റാൻഡർ ദേവിക കൂടെയുള്ളപ്പോൾ ആ കാര്യത്തിൽ ഒരു വേവലാതിയും വേണ്ട.